അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ 8 മണി കഴിഞ്ഞു കേട്ടോ. നമ്മൾ രാവിലെ ചോറ്റാനിക്കര അമ്പലം വരെ ഒന്ന് പോവാം. അപ്പോൾ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് 10 മണി 10:30 വരെയൊക്കെ തുറന്നിരിക്കും കേട്ടോ. അപ്പോൾ ഈ ട്രിപ്പിൽ ഞാനും അച്ഛനമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. വീട്ടിൽ നിന്ന് 20 കിലോമീറ്റർ കേട്ടോ ഏറ്റുമാനൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വിശന്ന് തുടങ്ങി. പിന്നെ ആ പോകുന്ന വഴിക്കുള്ള ബൃന്ദാവനം എൻ്റെ ഹോട്ടലിൽ കയറി നല്ല ഇഡലിയും വടയും കഴിച്ചു കേട്ടോ. പിന്നെ നല്ലൊരു ചായയും കുടിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഭയങ്കര തിരക്കായിരുന്നു എൻ്റെ ഹോട്ടലിൽ. അപ്പോൾ നമ്മൾ ഏറ്റുമാനൂർ സർക്കിളിൽ നിന്ന് വൈക്കം, കടുത്തുരുത്തി, എറണാകുളമൊക്കെ പോകുന്ന വഴിക്കായിട്ടാണ് പോകുന്നത്. വരുന്ന വഴിക്കൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും നമ്മളൊരു 10 മണിയൊക്കെ ആകാറായപ്പോഴത്തേക്ക് എത്തി കേട്ടോ. അമ്പലത്തിൽ നല്ല തിരക്കാണ്, പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഫുള്ളാണ്. അമ്പലത്തിനകത്ത് മെയിൻ ആയിട്ടുള്ള ഏരിയസിലൊന്നും വീഡിയോഗ്രാഫി അലൗഡ് അല്ല കേട്ടോ, അതുകൊണ്ടാണ് അധികം വീഡിയോസ് ഒന്നും എടുക്കുക. അപ്പോൾ നമ്മൾ മേലത്തെ മെയിൻ അമ്പലത്തിലൊക്കെ പോയി തൊഴുത്, താഴത്തെ കാവിലും പോയി തൊഴുത് നമ്മൾ തിരിച്ചിറങ്ങുക കേട്ടോ. ഇനി നമുക്ക് ഒരു കാര്യം കൊണ്ടുണ്ട്, നമുക്ക് എറണാകുളത്തുള്ള സ്പിന്നിൻ്റെ ഷോറൂം വരെ ഒന്ന് പോകണം. ഈ സ്പിന്നിയുടെ ഷോറൂം വരുന്നത് എറണാകുളത്ത് ലുലു മാൾ കഴിഞ്ഞ് മുന്നോട്ട് ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടന്തായി എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ. നമ്മളൊരു ഹോണ്ട സിറ്റി ഓട്ടോമാറ്റിക് നോക്കി വന്ന കേട്ടോ. അപ്പോൾ 2 വണ്ടി നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ വണ്ടി കേട്ടോ. ഇത് 2015 സിംഗിൾ ഓണർ 50,000 കിലോമീറ്റർ ഓടിയ SV വേരിയൻ്റ് ആട്ടോ. വണ്ടി അത്യാവശ്യം നീറ്റൊക്കെയാണ്, ഓടിച്ചൊക്കെ നോക്കി. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഇത് 2017 സിംഗിൾ ഓണർ 1,10,000 കിലോമീറ്റർ ഓടിയൊരു വണ്ടി കേട്ടോ. എനിക്ക് ആദ്യം കണ്ട വണ്ടിയേക്കാൾ ഇഷ്ടപ്പെട്ട ഈ വണ്ടി കേട്ടോ. ഇത് ടോപ്പ് മോഡലുമാണ്, അത്യാവശ്യം നല്ല ഷേപ്പും കളറും ഒക്കെ ഉണ്ട്. പിന്നെ ഹോണ്ടയ്ക്കും ടയോട്ടയ്ക്കും ഒന്നും 1,00,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല കേട്ടോ. പിന്നെ എടുത്ത് പറയേണ്ടത് സ്പിന്നിയുടെ ട്രാൻസ്പെറൻസി കേട്ടോ. എന്തൊക്കെ സ്ക്രാച്ച് ഉണ്ട്, എന്തൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട്, അവരുടെ 200 പോയിൻ്റ് ചെക്ക്, അതെല്ലാം കഴിഞ്ഞിട്ടാട്ടോ ഈ വണ്ടികളെല്ലാം അവരുടെ ആപ്പിൽ ലിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ബാംഗ്ലൂർ ഒരു വണ്ടി ഹോണ്ട ബ്രിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 വർഷമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത സർവീസും കാര്യങ്ങളൊക്കെയാണ് സ്പിന്നി നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. 2 വണ്ടി നമ്മൾ ഓടിച്ചു നോക്കി കേട്ടോ. അതിൽ ഈ ടോപ്പ് മോഡൽ 2017 മോഡലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഒരു മിനിമം ക്വാളിറ്റിയുള്ള വണ്ടികളൊക്കെ സ്പിന്നി ഇവിടെ ലിസ്റ്റ് ചെയ്യാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാൻഡ് കാഴ്ച ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ സ്പിന്നിയിൽ നിന്ന് വിസിറ്റ് ചെയ്യാറ്. വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ കയറി നല്ലൊരു താലി മീൽസ് ഓടിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വണ്ടി വിട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.